കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും അതിന് മുന്നേ പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. പോയടാ ചാർലി. പല 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 റിലേഷൻഷിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാറാ, സ്ത്രീകുമാർ. ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ. എനിക്ക് അതിനപ്പുറം കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് പോയി. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാനൊരു 10-16 വർഷമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ സഹിച്ചോണ്ടിരിക്കുക. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. പല 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 റിലേഷൻഷിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നാണം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ എന്തോ അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ KB ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സോളാറിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു. അപ്പൊ ഇതിനെന്താണ് CPM-ന്റെ നിലപാട്? അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കൗതുകമുള്ളത് CPM-ന്റെ നിലപാട് എന്താണ്? ഈ സർക്കാർ അതിനുവേണ്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്.